സോ എവരി വൺ, നമ്മൾ ലോണിന്റെ ഈ സെഷൻ എങ്ങനെയാ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഈ സെഷന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ സെഷനിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പനി ലോ ആണ്. അപ്പൊ കമ്പനി ലോയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 18 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ മുന്നിലുള്ളത്. അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും, അതിന്റെ ആൻസറും ഉണ്ടാവും. നമ്മൾ ആ സിനാരിയോസ്, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആൻഡ് ഓൾസോ അതുമായി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആൻഡ് ഓൾസോ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. മാക്സിമം കമ്പനി ലോയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു മാരത്തോൺ പോലെ സെഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന പോസിബിൾ ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് അതർ ലോന് വേണ്ടിയിട്ട് വി ആർ പ്ലാനിങ് ലൈക്ക് വൺ മോർ ആൻഡ് വിച്ച് വിൽ ബി ഷെയർ ടു യു. അത് ലൈവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് കിട്ടുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കമ്പനി ലോയിലാണ്. ആൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു ഓവറോൾ ഐഡിയ തരാം. സോ സെഷൻ ഇവിടെ കൂടുതലും സെപ്റ്റംബർ എക്സാം, ജനുവരി എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവാന്ന് വിചാരിക്കുന്നത്. അപൂർവം മെയിലെ കുട്ടികളും ഉണ്ടാവും. അത്യാവശ്യം എന്താ പറയാ, അത്രയും ചൂടുള്ള കുട്ടികളാണ് മെയിലൊക്കെ ഉള്ളവർ വരിക. ഐ നോ മോസ്റ്റ്ലി സെപ്റ്റംബറും ജാനും ഉള്ള കുട്ടികളായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ എനിവേ, ദോസ് ആർ ടാർഗറ്റിംഗ് ഫോർ സെപ്റ്റംബർ ആൻഡ് ജനുവരി. സി, ലോന്റെ കേസിൽ നിങ്ങൾ എപ്പോഴും കമ്പനി ലോ തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടത്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾ പിന്നെയും എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി ലോന്റെ അകത്തെ ചില ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാതിരിക്കാം, അല്ലെങ്കിൽ അത്ര ഒരു ഒരു ഇത്ര കംഫർട്ട് തോന്നാത്ത ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഞാൻ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെയൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. കമ്പനി ലോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കാം. ഞാൻ ഓൾസോ അതർ ലോ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിൽ കണ്ടാണ് ഞാൻ ഇന്ന് കമ്പനി ലോ ഇന്ന് ഫോക്കസ് ചെയ്യാമെന്നും അതർ ലോ നിങ്ങൾക്ക് ഒരു ദിവസം വേറെ തരാമെന്ന് വിചാരിച്ചത്. കാരണം എല്ലാ ക്വസ്റ്റ്യന്റെയും വൺ ഓഫ് ദി ഓപ്ഷൻ, അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ 3 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ആ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും അതർ ലോ ഇങ്ങനെ കാണും. അപ്പൊ അതർ ലോ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതർ ലോ നിങ്ങൾക്ക് എല്ലപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതർ ലോനെ ഒരിക്കലും ഇമ്പോർട്ടൻസ് കുറക്കാതെ, എന്നാ കമ്പനി ലോ ഇപ്പോൾ അതർ ലോ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു സംസാരം വരുമ്പോഴത്തേക്ക് എന്നാ പിന്നെ കമ്പനി ലോ അവിടെ നിൽക്കട്ടെ, അതർ ലോ നോക്കാം, അതും പറ്റൂല. ഇത് വെയിറ്റേജ് എന്ന് പറയുന്നത് 70-30 ആണ്. എന്നാൽ ചിലപ്പോൾ അതർ ലോന്റെ അകത്ത് വെയിറ്റേജ് ഇപ്പുറം കുറച്ച് കൂട്ടുകയും കുറക്കുകയും എല്ലാം ചെയ്യാം. സോ കമ്പനി ലോയില് ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ലോണം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കും. ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ സെഷൻ്റെ അകത്ത് ഞാൻ പ്രിലിമിനറി മുതൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ വരെയുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സിന്റെ അകത്ത് കുറച്ച് എന്താ പറയാ, കോൺഫിഡൻസ് ഉള്ള പോലെയും ചില ചാപ്റ്റേഴ്സിന്റെ അകത്ത് കോൺഫിഡൻസ് കുറവുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഏത് ചാപ്റ്റേഴ്സ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾ ഈ സെഷൻ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, നോ പ്രോബ്ലം, ഓൾവേസ് വെൽക്കം. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് കണ്ടത് ലൈക്ക് എങ്ങനെ സെക്ഷൻസ് കണ്ടുപിടിക്കും. അതിൽ സെക്ഷൻ ഞാൻ അഗെയിൻ ഇപ്പോൾ ഈ PDF ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള എല്ലാ സെക്ഷൻസും നിങ്ങൾ സെപ്റ്റംബർ ജാൻ എക്സാം ഉള്ളവർ എന്തായാലും പഠിക്കാം. ഈ PDF ഞാൻ ഏതെല്ലാം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് ആ സെക്ഷൻസ് എങ്കിലും ആദ്യം പഠിച്ചു വെക്കാം. പിന്നെ ഒബ്വിയസ്ലി ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ലൈക്ക് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഒരു 1 വീക്ക് കൊണ്ട് ചെയ്യും. ആ വീഡിയോയിൽ ഞാൻ പറയുന്ന സെക്ഷൻസ് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ലെസ് ദാൻ 50 സെക്ഷൻസ്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ആക്ച്വലി നമുക്ക് എത്ര സെക്ഷൻസ് പഠിക്കാനുള്ളത്? എനി ഐഡിയ, എനിവൺ ക്യാൻ യു ടെൽ? എത്ര സെക്ഷൻസ് ആണ് നമുക്ക് CA ഇന്റർണൽ ലോന്റെ അകത്ത് പഠിക്കാനുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ്, എനി ഐഡിയ? അത് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര സെക്ഷൻസ് ആ ഉള്ളത് എന്ന് അറിയോ? അല്ലെ എത്രയാണ് ലൈക്ക് ലാസ്റ്റ് സെക്ഷൻസ്, എത്ര വരെ സെക്ഷനാണ് പഠിക്കാനുള്ളത്? എനി ഐഡിയ? എനി ഐഡിയ? ആരാ പറയാൻ നോക്കട്ടെ? വെരി ഗുഡ്, ലക്ഷ്മി. യെസ്, 148 സെക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോ നമുക്ക് 148 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് സ്റ്റിൽ ചാപ്റ്റർ നമ്പർ 10, ഓൾട്ട് ആൻഡ് ഔട്ടേഴ്സ്. അത് കൂടാതെ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് 379 മുതൽ 393 വരെയുള്ള സെക്ഷൻസ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ നമ്മൾ 148 വരെയുള്ള സെക്ഷൻസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 379 മുതൽ 393 എന്ന് പറയുന്ന ചാപ്റ്റർ വരെയുള്ള സെക്ഷൻസ് നമ്മൾ നോക്കാനുള്ളപ്പോൾ അതിൽ ഒരു 1/3 സെക്ഷൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നോക്കണം. അതിൽ 1/3 സെക്ഷൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യണം. അതാണ് നമുക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞു തരാനുള്ളത്. സോ എല്ലാ സെക്ഷൻസും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം,
കവർ ചെയ്യണം എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണോ? സോ പിന്നെ നമ്മളിങ്ങനെ സെക്ഷൻസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ സെക്ഷൻസ് എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ലൂപ്പ് കൊണ്ടുപോയിട്ട് നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്യാതെ മാക്സിമം പഠിക്കാൻ പറ്റും, എഴുതാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുക. പിന്നെ എനിക്ക് അവിടെ ഒന്ന് ആഡ് ചെയ്ത് തരാനുള്ളത്, പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത്, ആസ് പെർ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനി ലോ എന്നും പറഞ്ഞിട്ട് എഴുതുന്നൊരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. ആസ് പെർ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനി ലോ മിക്കവാറും ബാക്ക് ഫയർ ചെയ്യും. അത് ആ ഒരു മിസ്റ്റേക്ക് അഗൈൻ, ഇപ്പം സെഷന്റെ അകത്ത് നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയവരുണ്ടെങ്കിൽ ആസ് പെർ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനി ലോ അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എല്ലാത്തിലും പോയിട്ട് അത് എഴുതുമ്പോൾ എല്ലാത്തിലും പോയിട്ട് ആസ് പെർ റിലവന്റ്, കാരണം ഇത് ആസ് പെർ റിലവന്റ് സെക്ഷൻസ് ഓഫ് കമ്പനി ലോ ആണ് ഈ പ്രൊവിഷൻ കിടക്കുന്നത് എന്നുള്ളത് എക്സാമിനർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ പിന്നെയും അത് തന്നെ പറയുന്ന നേരം എന്താവൂല, അത് ഗുണം ചെയ്യത്തില്ല. ഓക്കെ. അപ്പോ അഗെയിൻ ഇവിടെ ഒരു കാര്യം അതാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതർ ലോ എന്ന് പറയുന്ന പോർഷൻ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. ഇന്നിപ്പോ നമുക്ക് കമ്പനി ലോ നോക്കാം, അതർ ലോ നമുക്ക് വേറെ സെഷനായിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ എഴുതുന്ന സെക്ഷൻ, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എഴുതുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എപ്പോഴും ഏറ്റവും ഏറ്റവും നന്നാക്കുക എന്നുള്ളതാണ്. ഏറ്റവും നന്നായി നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യനെ ചെയ്യുക, അല്ലെ ഇനീഷ്യലി ഉള്ള ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അഗെയിൻ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻസ് അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയിട്ട് എഴുതും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, അത് ഏത് ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ, ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുക. സോ ലൈക്ക് ഐ വിൽ ജസ്റ്റ് തുടക്കത്തിൽ തന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, വൺ ലൈക്ക് നമ്പർ വൺ, സ്റ്റാർട്ട് വിത്ത് കോൺഫിഡൻ്റ് ആൻസർ. That can be like, it can be second question, it can be third question, it can be first question, it can be the fifth question, whatsoever. Start with the question which you are most confident. Second, avoid mistake of writing relevant sections of company law. Don't do that. Third, start studying minimum 50 sections. And how to find that, like ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 20 അബൌട്ട് സെക്ഷൻസ് ഉണ്ടാവും, അത് നോക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞ് ഐ വിൽ ബി ഗിവിങ് എ വീഡിയോ. യു ക്യാൻ ഫോളോ മൈ യൂട്യൂബ് ചാനൽ. ഇൻ ദാറ്റ് ഐ വിൽ ബി ഗിവിങ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, ആൻഡ് അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ യു ആർ സ്റ്റഡിങ് ദാറ്റ്. അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ആൻഡ് ലോന്റെ കേസിൽ നിങ്ങൾ കോൺഫിഡൻസ് കളയേണ്ട ആവശ്യമൊന്നും എവിടെയും വരുന്നില്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ലോ. ആൻഡ് കുറേയൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഒരു പാറ്റേണും കാര്യങ്ങളും പോകുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു അറ്റംപ്റ്റിൽ മാത്രമാണ് കുറച്ച് വളരെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയി പോയിട്ടുള്ളൂ. അവിടെ പോലും കുട്ടികൾക്ക് മാർക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഫൈൻ. അപ്പൊ ഞാൻ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ, ഓക്കെ, സോ ഐ വിൽ കീപ് മൈ ചാറ്റ് ബോക്സ് ഓൺ, യു ക്യാൻ ടൈപ്പ് യുവർ ഡൗട്ട്സ് ഓർ സംതിങ്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനി അതർ ലൈക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനോ മറ്റോ ഉണ്ടോ? ഓക്കെ ആണോ? ക്യാൻ ഐ സ്റ്റാർട്ട് വിത്ത് ദ സെഷൻ? എനിത്തിങ് എൽസ് യു വാണ്ട് ഫ്രം മൈ സൈഡ്? ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ നേരെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, Landmark Limited is a public company having 215 members. Okay. Okay, I will try. I will try. So, okay, fine. So, Landmark Limited is a public company having 215 members. Out of 215 members, 20 members were employed in the company during the period 1st June 2021 to 30 June 2023. They were allotted shares in Landmark on April 1, 2017, which are held by them till today. That is 31st October 2023.
Now, company wants to convert itself into a private company. State the reason whether Landmark Limited is required to reduce the number of member under Companies Act 2013. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒരു പബ്ലിക് കമ്പനിയിൽ യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് മെമ്പേഴ്സ്, ദർ ഈസ് നോ ഇഷ്യൂ. പക്ഷേ നമ്മൾ പ്രൈവറ്റ് കമ്പനിയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഉണ്ടാകാൻ പറ്റുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? ജസ്റ്റ് ടൈപ്പ്, ഐ നോ ഓൾ ഓഫ് യു നോ what is the maximum limit you can have in a private limited company? What is the maximum limit? 200. അപ്പൊ ഇവിടെ ഓൾറെഡി എത്രയുണ്ട് എന്ന് പറയുന്നത്? ഓൾറെഡി ദേ ഹാവ് 215. അപ്പോൾ ഓൾറെഡി 215 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനിയിൽ അവർക്ക് പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് റെഡ്യൂസ് ചെയ്യണം. പക്ഷെ ഇവർ പറയുന്ന ഒരു പോയിന്റ് നോക്കിയേ, ഇവരൊരു പബ്ലിക് കമ്പനിയാണ് ആൻഡ് ഇതിൽ 20 മെമ്പേഴ്സ് എംപ്ലോയി ആയിരുന്നു. എപ്പോഴാണ് അവർ എംപ്ലോയ്മെന്റിൽ ഉള്ളത് നോക്കിയേ? ഡ്യൂറിങ് 1st June 21 to 30 June 23. They were allotted shares in Landmark on April 1st, 2017, which are held by them till today, that is 31st October 2023. Now, company wants to convert itself into private company. State the reason whether Landmark Limited is required to reduce the number of members under Companies Act 2013 ആണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവര് ഏത് ദിവസമാണ്, ഏതൊരു ടൈം പീരീഡിലാണ് ഇവര് എംപ്ലോയീസ് ആയി നിന്നിരിക്കുന്നത്? 1st June to 30th June 23. ആൻഡ് April 1st 2017 ഷെയർസ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്ന് വരെ അവരെന്തും ചെയ്തിട്ടുണ്ട്, അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ, അവർക്ക് ഏത് സമയത്താണ് ഷെയർ അലോട്ട് ചെയ്തതെന്നുള്ള ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കിയേ. ആ ഡേറ്റ് അവർ എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോഴുള്ള ഡേറ്റ് ആണോ എംപ്ലോയ്മെന്റിന് മുന്നേ ഉള്ള ഡേറ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഐ ഹോപ്പ് യു പീപ്പിൾ നോ ദാറ്റ് എംപ്ലോയീസിനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ബട്ട് ഓൺലി ദി മെമ്പേഴ്സ് ഹൂ വർ എംപ്ലോയീസ് വെൻ ദ ഷെയർസ് വർ അലോട്ടഡ്. ഈ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മെമ്പേഴ്സ് ആണോ അല്ലയോ എന്നൊന്ന് കണ്ടുപിടിച്ചേ. ക്വസ്റ്റ്യൻ്റെ അകത്ത് നിന്ന് ഈ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവര് ഷെയർ ഹോൾഡേഴ്സ് ആണോ അല്ലയോ? വെൻ ദേ വർ അലോട്ടിങ് ദിസ് ഷെയർസ് അലോട്ട് ചെയ്ത ദിവസം നോക്ക്, അന്ന് അവര് മെമ്പേഴ്സ് ആണോ അല്ലയോ? അന്ന് അവര് മെമ്പേഴ്സ് ആണോ അല്ലയോ? ഷെയർസ് അലോട്ട് ചെയ്യുന്ന ദിവസം അവര് മെമ്പേഴ്സ് ആണോ അല്ലയോ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പേഴ്സ് നിന്ന് ഏതൊക്കെ നമ്പറാ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ജോയിന്റ് ഷെയർ ഹോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതറിയോ? അറിയോ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ജോയിന്റ് ഷെയർ ഹോൾഡിംഗ് ആണെങ്കിൽ 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇനി എംപ്ലോയീസിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റൂലേ? എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കുള്ള ചാലഞ്ച് എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഷെയർസ് ആണ് എന്താവുന്നത്? എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഷെയർസ് ആണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ കൊടുത്തതാണോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ ആണോ? യെസ് ഓർ നോ? ടെൽ മീ. എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോഴാണോ ഈ ഷെയർ അലോട്ട് ചെയ്തത്? അല്ല. അങ്ങനെയാകുമ്പോൾ ആ ഷെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ ആണോ? അപ്പൊ ഇനി ആൻസറിലേക്ക് വന്നോ. അത് മനസ്സിലായ പിന്നെ ആൻസർ ആയി. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 clause 68, private limited means a company having minimum paid up share capital as may be prescribed and which by its articles restrict the right of transfer its shares and limits its number to 200. So ഇവിടെ നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനി ആ സമയത്ത് നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 200. Joint shareholders will be treated as a single shareholder and employees and former employees who are members while in employment shall not be counted. കണ്ട, എംപ്ലോയ്മെന്റിലുള്ള സമയത്ത് മെമ്പേഴ്സ് ആയവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. Hence, they will be considered as members for the purpose of the limit of 200. Taking into account 2 clause 68, company is required to reduce the number of members to 200 before converting it into private company. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയത്? എന്തുകൊണ്ടായിരിക്കും ഞാനത് ചോദിച്ചതെന്നുള്ളത് ക്ലിയർ ആവുമോ? എന്തുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്? കാരണം ഇവിടെ എംപ്ലോയി ആയതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എങ്ങനെ എംപ്ലോയ്മെന്റിൽ ആവണം? എംപ്ലോയ്മെന്റ് ഉള്ള സമയത്ത് മെമ്പർ ആയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് ഓക്കെ, ഫൈൻ. സോ ദ catch point is you can exclude the employees, but employees must have become members during the membership time. അല്ലാതെ ഇതിൽ മെമ്പേഴ്സ് ഫസ്റ്റ് മെമ്പർ ആയത് പിന്നെ എംപ്ലോയി ആയി പിന്നെ എക്സ് എംപ്ലോയി ആയി കാര്യമില്ല. നമ്മളപ്പോ ഇന്റൻഷൻ നോക്കാം. നമ്മൾ ഒരു എംപ്ലോയ്മെന്റ് ഇരിക്കുന്ന ഒരു ഷെയർ ഹോൾഡറിന് നമ്മൾ ഷെയർ കൊടുക്കുന്നതും എംപ്ലോയ്മെന്റിൽ ഇനി ഭാവിയിൽ വരുമോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരാൾക്ക് ഷെയർ കൊടുക്കുന്നതും ഇതിന് മുന്നേ എക്സ് എംപ്ലോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഷെയർ കൊടുക്കുന്ന സമയത്ത് ഇതിൽ എംപ്ലോയ്മെന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഷെയറിൽ എന്തുണ്ട്? ദർ ഇസ് എൻ ഇന്റൻഷൻ, ലൈക്ക് മേ ബി ഇത് ഇയാളെ മോട്ടിവേറ്റ് ചെയ്യും, അയാൾ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അയാളെ നമുക്ക് എലോ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും, അയാളെ നമ്മളെ കമ്പനിയുടെ കൂടെ നിൽക്കും. സോ ഇങ്ങനെ പല ഇന്റൻഷൻസ് വെച്ചിട്ടാണ് എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? ഹോപ്പ്ഫുള്ളി ദിസ് ഈസ് ഓക്കെ ഫോർ യു. ഓൾ ഗുഡ്? ഓക്കെ, ഫൈൻ. So we are moving on to the next question. Again, ഈ question ഇടാൻ കാരണം there is you people would know there is amendment in small company and we are expecting some question nearby, and I know you people would know the amendment. Actually, amendmentൽ വന്നിട്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 crore ആയിട്ടുണ്ട്. ഈ അമെന്റ്മെന്റ് അപ്ലിക്കബിൾ ആകുന്ന ഫസ്റ്റ് എക്സാം ആയിരിക്കും സെപ്റ്റംബർ. സോ വി ആർ എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ. 10 crore ആയിരിക്കും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ടേൺ ഓവർ വന്നിട്ട് 100 crore ആണ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അത് മാക്സിമം ഒരു സ്മോൾ കമ്പനി ആവാനുള്ള ലിമിറ്റ് മുന്നേ വെച്ചിരുന്നു. ആ മാക്സിമം ലിമിറ്റ് ആണ് ഇത്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റദർ ദാൻ ക്വസ്റ്റ്യൻ ആ പ്രൊഫഷൻ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അഗെയിൻ ഫോർ എനിവൺ ഇൻ ദിസ് ക്ലാസ് ഹു ഈസ് ലൈക്ക് മെയ് അറ്റംപ്റ്റിലേക്കെല്ലാം ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സി അമെന്റ്മെന്റ്സ് അഗെയിൻ കോർപ്പറേറ്റ് ലോയിൽ വരുന്നുണ്ട്. 20 crore 200 crore ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. അത് പാസ്സായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് 10 and 100 crore. 10 crore ആണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, 100 crore ആണ് ടേൺ ഓവർ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൺവേഡ് ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? സ്മോൾ കമ്പനീന്റെ ലിമിറ്റ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 crore ആണെന്നും ടേൺ ഓവർ 100 crore ആണ് എന്ന് ഞാൻ പറയുമ്പോൾ കൺവേ ആവുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ നോക്കാം. MNP Private Limited is a company registered under the Companies Act 13 with a paid up share capital of 2 crore and turnover 60 crore. Explain the meaning of small company and examine the following question. 1. Whether MNP Private Limited can avail the status of small company. അപ്പോൾ 60 crore turnover 2 crore ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയാകുമ്പോൾ അവർക്ക് സ്മോൾ കമ്പനി അല്ലേ അത്? അതെ, സ്മോൾ കമ്പനി എന്നുള്ള ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ രണ്ട് ലിമിറ്റിന്റെയും ബിലോയെ എന്ത് വന്നിട്ടുള്ളൂ? എമൗണ്ട് വന്നിട്ടുള്ളൂ. ഇനി ടേൺ ഓവർ 106 crore ആയിട്ട് ഉയർത്തിയാൽ 100 crore മുകളിലേക്ക് ടേൺ ഓവർ പോയാൽ അത് സ്റ്റിൽ സ്മോൾ കമ്പനി ആകുമോ? സ്മോൾ കമ്പനി ആവൂല. വെരി സിമ്പിൾ. പക്ഷെ ഞാൻ ഈ പറയുന്ന അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കറക്റ്റ് 2 clause 85 എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മാക്സിമം 10 crore വരെ പോകാം, അല്ലെങ്കിൽ 10 crore എക്സീഡ് ആവരുത്. ടേൺ ഓവർ 100 crore എക്സീഡ് ആവരുത്. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനി, സ്പെഷ്യൽ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ട് എന്നെല്ലാം പറയുന്ന പോലെയുള്ള കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികളൊന്നും എന്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല? സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള ഈ ഒരു പ്രൊവിഷൻ, അതാണ് നിങ്ങൾ ഈ സെക്ഷൻ എഴുതുമ്പോൾ അഗൈൻ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ അക്കോർഡിംഗ് ടു റെലവന്റ് സെക്ഷൻസ് സ്മോൾ കമ്പനീസ് എന്ന് പറഞ്ഞ് എഴുതുന്നതും 2 clause 85 എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ആൻസർ പ്രസന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒതന്റിസിറ്റി ഉള്ള ഒരു ഡിഫറൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐ ടെല്ലിങ് യു അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യും. ഒരു 20 സെക്ഷൻസ് ഞാൻ ഇന്ന് കവർ ചെയ്ത് തരാം. അത് കൂടാതെ ഞാൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞു തരുന്ന വീഡിയോയിലുള്ള സെക്ഷൻസ് എങ്കിലും കവർ ചെയ്യുക. അങ്ങനെ ഒരു 50 സെക്ഷൻസ് എങ്കിലും പഠിച്ചുകൊണ്ട് നിങ്ങൾ എക്സാമുകളിൽ പോവുക. യു വിൽ ക്ലിയർ എക്സാംസ്. ഓക്കെ, ഫൈൻ. സോ മൂവിങ് ഓൺ. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു 2 CR 60 CR ആണെങ്കിൽ നമുക്ക് സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കാം. 106 crore എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? ഒരു സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് അത് മാറും. ഓക്കെ ആണോ? ഐ ഹോപ്പ് ലൈക്ക് ബോത്ത് ക്വസ്റ്റ്യൻസ് വേർ ഓക്കെ ഫോർ യു, ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആ ഒരു കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ഒന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇപ്പോൾ ഓർമ്മ കിട്ടി. സോ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി ഞാൻ നേരെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന നേരം, എക്സ്പ്ലെയിൻ ഇൻ ലൈറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 13 സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് സബ്സിഡറി കമ്പനി ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി. സെക്ഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ആൻസർ നോക്കാതെ മെമ്പേഴ്സ്
ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തല്ല, ഓക്കെ അല്ല, നോർമൽ അല്ല. അപ്പൊ ഏതാണ് സെക്ഷൻ? വെരി ഗുഡ്, സെക്ഷൻ ഓർമ്മ കിട്ടുന്നുണ്ട്, 19. ഞാനൊക്കെ ഇപ്പൊ എഗെയിൻ എങ്ങനെയാണ് ഇത് ഓർത്ത് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ, 19 എന്ന് പറയുന്നതിന് ഇത് നിങ്ങളായിട്ട് എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ ഒരു കാര്യമുള്ളൂ. ഇപ്പൊ 19 എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു കാര്യം എന്റെ മനസ്സിൽ വരുന്നത്, ദ്രാവിഡ് എന്ന് പറയുന്ന പ്ലെയറിന്റെ ജേഴ്സി നമ്പർ 19 ആയിരുന്നു. ആൻഡ് എനിക്ക് ദ്രാവിഡിന് ഇഷ്ടമാണ്. അത് ഓർമ്മ കിട്ടണമെന്ന് പോലും ഇല്ല നിങ്ങൾക്ക്. അല്ലെ പിന്നെ കോഹ്ലിന് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കോഹ്ലി കഴിഞ്ഞ ഒരു സെക്ഷൻ കഴിഞ്ഞ ഉടനെ അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക് പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കത് ഇപ്പം ലോജിക് ഇല്ലാന്ന് തോന്നിയെങ്കിലും എക്സാം മോഡിൽ ലോജിക്കലി മാറുന്ന ഒരു സാധനമാണിത്. അപ്പൊ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നോർമലി ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, നോർമൽ അല്ലല്ലോ. അപ്പം ഇഫ് യു ആർ ഏബിൾ ടു കണക്ട് ടു വിരാട് കോഹ്ലി 18+1 സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും എല്ലാം വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. ഇപ്പം ടിപ്പു സുൽത്താൻ മരിച്ച വർഷം ആരെങ്കിലും അറിയോ? ഇവിടെ ആരെങ്കിലും അറിയോ? ഞാൻ സാധാരണ പഠിക്കല് 1800-1 1799 ആണ് പുള്ളി മരിച്ച വർഷം. സോ ഇങ്ങനെയുള്ള വിയേർഡ് സ്റ്റോറീസ് തലക്കേറ്റാണ് ഞാൻ പഠിക്കാറുള്ളത്. സോ ഇത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എനിവേ അറ്റ്ലീസ്റ്റ് ഒന്നും ഓർമ്മയിലെ പോലും ഇവിടെ രണ്ട് കുട്ടികൾ ലക്ഷ്മിയും ദിയാനയും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യാൻ സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഓർത്തതാണോ, വല്ല കഥയും വെച്ചാണോ, അല്ലെ നോർമലി അനി അങ്ങോട്ട് വന്നതാണോ? ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കഥ ഉണ്ടോ ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി ആയിട്ട് വെച്ച് ഓർക്കാൻ എന്തെങ്കിലും കഥയോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടോ? അല്ലെ ജസ്റ്റ് 19 എന്നുള്ളത് തലയിൽ ഓർമ്മയുണ്ട്, എങ്ങനെയാണോ? ജസ്റ്റ് ടൈപ്പ് അറ്റ്ലീസ്റ്റ് കഥ ഉണ്ടോ, ജസ്റ്റ് ഓർമ്മ വന്നു. ഓക്കെ ഫൈൻ. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കാൻ, 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നോർമലി ഹോൾഡിംഗ് കമ്പനിക്കാണ് സബ്സിഡറി കമ്പനിയിൽ ഷെയർ ഉണ്ടാവുക, സബ്സിഡറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയിൽ എന്തുണ്ടാവില്ല, ഷെയർ ഉണ്ടാവില്ല. എന്നാൽ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് അലോ ചെയ്യാറുണ്ട്, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പൊ ഒന്ന് എന്താണെന്ന് നോക്കാം. സബ്സിഡറി കമ്പനി ഹോൾഡ്സ് ഷെയർസ് ഇൻ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ആസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി. എന്താണ് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അയാള് മരണപ്പെട്ടപ്പോ അയാളുടെ ഷെയർ ഹോൾഡർ ആയിട്ട് അയാൾ വെച്ചിരിക്കുന്നത് ഈ സബ്സിഡി കമ്പനിനെയാണ്. അങ്ങനെയാകുമ്പോ ആ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് വെക്കുമ്പോ യു ക്യാൻ ഗോ വിത്ത് ലൈക്ക് പോസിബിൾ. ഓക്കെ, ഒരാൾ ഇവിടെ പറയുന്നത് 20th ആണ് അവരുടെ ബർത്ത്ഡേ, അതിൽ -1. ഓക്കെ, എന്തെങ്കിലും ഇത് ഇനി മറക്കൂല, നിങ്ങൾക്ക് അത് കണക്ട് ആവും. ചിലപ്പോൾ 19th ബർത്ത്ഡേ ഉള്ള ആളുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, സബ്സിഡറി കമ്പനി എന്താ വെച്ചാൽ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യണം. ട്രസ്റ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു പേഴ്സൺ എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊന്ന് ഹോൾഡ് ചെയ്യാമോ ആസ് എ ട്രസ്റ്റി, അപ്പൊ ഞാൻ നിങ്ങളെ കയ്യിൽ വെക്കാൻ തരികയാണ്, നിങ്ങളിത് വെക്കണം. അങ്ങനെ തൽക്കാലത്തേക്ക് ട്രസ്റ്റി ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഓക്കെ ആണ്. നെക്സ്റ്റ്, സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനി ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഇവര് ഓൾറെഡി എന്തുണ്ടായിരുന്നു, ആ കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതായത് എ എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, എ എന്ന് പറയുന്ന ഒരു കമ്പനി ബി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഓൾറെഡി എന്തായിരുന്നു, ഷെയർ ഹോൾഡർ ആയിരുന്നു. ആൻഡ് ലേറ്റർ അവരെന്തായി മാറുകയാണ്, ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി എന്ന് പറയുന്ന കമ്പനി ആയിട്ട് മാറുകയാണെങ്കിൽ അതിന്റെ പേരിൽ നമുക്ക് എന്ത് വെക്കും, അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് എന്തില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. ഇത് മൂന്നും പഠിച്ചു വെച്ചോളൂ, യൂസ്ഫുൾ ആയിരിക്കും, വരും. ഇനി അല്ലെങ്കിൽ അവർ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പോലെ എന്ത് ചോദിക്കും, ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയ ഒരാൾ ഇങ്ങനെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ ഹോൾഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ അവർ എന്ത് ചോദിക്കും, ട്രസ്റ്റി ആയിട്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇനി അല്ലെങ്കിൽ അവർ എന്ത് ചോദിക്കും, ഈ ഓൾറെഡി അവർ ഷെയർ ഹോൾഡ് ചെയ്തിരുന്നു, പിന്നീട് എന്തായി മാറി, ദേ ബിക്കെയിം ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ് ലേറ്റർ, അങ്ങനെ ആവുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രതീക്ഷിക്കുക. അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അഗൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എക്സ്പ്ലെയിൻ ദ എക്സെപ്ഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ എക്സംഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഡോർ മാനേജ്മെന്റും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. സി, ഒരു ഒരു കമ്പനിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനികൾക്ക് പബ്ലിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഈ പബ്ലിക് ആയ ഡോക്യുമെന്റ് ഞാൻ വായിച്ചില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന ഒരു പരിപാടി പുറത്തു ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ പ്രൈവറ്റ് ഡോക്യുമെന്റ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആർക്ക് പറയാം, പുറത്തുള്ള ഒരാൾക്ക് പറയാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം, മേ ബി അത് കമ്പനീന്റെ MOA ആകാം,
കമ്പനീന്റെ ചാർജ് ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി എവിടെ അവൈലബിൾ ആണ്? പബ്ലിക് ഡോക്യുമെന്റ്. മേ ബി അത് MCA വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതേസമയം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് എനിക്കറിയില്ലായിരുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഇൻഡോർ മാനേജ്മെന്റ് ആക്ച്വലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്പനീന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ആ, ആ, അല്ലെങ്കിൽ ഇൻ ഇൻ ആ, ഉള്ളിലുള്ള ചില കാര്യങ്ങൾ അറിയാത്തതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്സൈഡ് പേഴ്സണെ ഒരു ഒരു ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോ സി എന്നാ പോലും ചില സിറ്റുവേഷനിൽ ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഔട്ട്സൈഡർ എടുക്കാൻ പറ്റൂല. ഏതൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു 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 ലോൺ എടുത്തു. ആ ലോണ് ശരിക്കും പാസ്സാവണമെങ്കിൽ അത് കമ്പനീന്റെ ഉള്ളിലുള്ള ചില ഡയറക്ടേഴ്സ് സമ്മതിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ലായിരുന്നു. ബാങ്കിന് അറിയില്ലായിരുന്നു. ബാങ്ക് പക്ഷേ ഇവിടെയുള്ള റെസൊല്യൂഷൻസ് ഒക്കെ കണ്ടിട്ട് പേയ്മെന്റ് അങ്ങോട്ട് റിലീസ് ചെയ്തു. പേയ്മെന്റ് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇവരെന്ത് പറയുന്നത്? അത് ഇവിടുത്തെ ഡയറക്ടർ എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ പെർമിഷനും കാര്യങ്ങളും തന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ലോണിന്റെ റീപേയ്മെന്റ് ഈ ഒരു കാരണം പറഞ്ഞിട്ട് നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം പറയുന്നത്. എന്നാൽ ഇൻഡോർ മാനേജ്മെന്റിലെ എക്സംഷൻസ് എന്ന് പറഞ്ഞാല്, അഗെയിൻ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇൻഡോർ മാനേജ്മെന്റിലെ എക്സംഷൻസ് ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുക? ഇൻഡോർ മാനേജ്മെന്റിലെ എക്സംഷൻസ് ആരെയായിരിക്കും പ്രൊട്ടക്ട് ചെയ്യുക? കമ്പനീനെയാണോ പ്രൊട്ടക്ട് ചെയ്യുക, ഔട്ട്സൈഡേഴ്സിനെയാണോ? വെരി ഗുഡ്. അപ്പോൾ ഇൻഡയറക്ട്ലി എക്സംഷൻ ടു ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് പ്രൊട്ടക്ടിങ് ഔട്ട്സൈഡേഴ്സ്. ഓക്കെ ആണോ? അപ്പോ എക്സംഷൻ എന്ന് പറയുന്ന നേരം പുറമേയുള്ള ആൾക്കാര് ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബിസിനസ്സിൽ ഏർപ്പെടാന്ന് പറഞ്ഞു. പക്ഷേ അതില് നോളജ് ഓഫ് ഇറഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നോക്കിയേ. നോളജ് ഓഫ് ഇറഗുലാരിറ്റിയിൽ എന്താ പറയുന്നത്? നോളജ് ഓഫ് ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാല് ഓൾറെഡി ഓൾറെഡി കമ്പനി എന്ത് ചെയ്തു? കമ്പനി ഒരു ബാങ്കിനെ എന്തറിയിച്ചു? ഈ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെ ഇവിടെ ഒരു മാനേജർ ഉണ്ട്. ആ മാനേജർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പൈസ ചോദിച്ചാൽ നിങ്ങൾ അത് കൊടുക്കാൻ പാടില്ല. ഐ റിപ്പീറ്റ്. നമ്മൾ ഓൾറെഡി ഒരു ഒരു ബാങ്കിനെ, സപ്പോസ് SBI എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ സപ്പോസ് നമ്മളുടെ കമ്പനിയുടെ പേര് ടാറ്റ ആണ്. അപ്പൊ ടാറ്റ ഓൾറെഡി ഇൻഫോം ചെയ്തു, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ലോൺ ചോദിച്ചു വന്നാല് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ യു ഷുഡ് നോട്ട് ഗിവ് എന്ന് ആര് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്? ടാറ്റ SBI ഇൻഫോം ചെയ്തിട്ടുണ്ട്. സോ SBI ഓൾറെഡി നോ ദർ ഈസ് സം ഇറഗുലാരിറ്റി ഇൻ ദി കമ്പനി ആൻഡ് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻഫോംഡ് ഓൾസോ. അങ്ങനെയാണെങ്കിൽ നാളെ ഈ എ എന്ന് പറയുന്ന ഒരാൾക്ക് ലോൺ കൊടുത്തിട്ട് അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ SBIക്ക് പറ്റുമെന്നുള്ളതാണ് സിനാരിയോ. ടെൽ മീ യെസ് ഓർ നോ. അവർക്ക് സ്റ്റിൽ പറയാൻ പറ്റുമോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു? ബിക്കോസ് എന്തുകൊണ്ട് പറയാൻ പറ്റാത്ത? ടാറ്റ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്? ഇവരെ എന്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. കത്തുന്നുണ്ടോ കത്തുന്നുണ്ടോ കത്തുന്നുണ്ടോ? അപ്പൊ നമ്മളിപ്പം പറയുന്നത് ഇൻഡോർ മാനേജ്മെന്റിന്റെ എന്താണ്? എക്സംഷൻ ആയ നോളജ് ഓഫ് ഇറഗുലാരിറ്റി ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഇൻ കേസ് ദിസ് ഔട്ട്സൈഡർ ഹാസ് ആക്ച്വൽ നോളജ് ഓഫ് ഇറഗുലാരിറ്റി വിതിൻ കമ്പനി, ബെനിഫിറ്റ് അണ്ടർ ദ റൂൾ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് വുഡ് നോ ലോങ്ങർ ബി അവൈലബിൾ. ഇൻ ഫാക്ട് ഹി മേ വെൽ ബി കൺസിഡർഡ് ആസ് പാർട്ട് ഓഫ് ഇറഗുലാരിറ്റി. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡോർ മാനേജ്മെന്റ് ആക്ച്വലി പ്രൊട്ടക്ട് ചെയ്യുന്ന ആരെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഔട്ട്സൈഡേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇൻഡോർ മാനേജ്മെന്റിലുള്ള അല്ലെങ്കിൽ കമ്പനിയിൽ ഓൾറെഡി ഉള്ള ഒരു ഇറഗുലാരിറ്റി ഓൾറെഡി ആരെ ഇൻഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഔട്ട്സൈഡറായ ഒരു പാർട്ടിനെ ഇൻഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ആരാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ആള്? കമ്പനിയാണോ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, ഔട്ട്സൈഡർ ആണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഓൾറെഡി ഇൻഫോം ചെയ്തു. അപ്പൊ കമ്പനിയാണ്. അതാണ് നേരെ ഓപ്പോസിറ്റ് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഷുഡ് ഐ റിപ്പീറ്റ്? ഇൻഡോർ മാനേജ്മെന്റ്, ഓക്കെ, ഇൻഡോർ മാനേജ്മെന്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? കമ്പനിനെയാണോ ഔട്ട്സൈഡേഴ്സിനെയാണോ? വൺ മോർ ടൈം. ഇൻഡോർ മാനേജ്മെന്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഔട്ട്സൈഡേഴ്സിനാണോ ഇൻസൈഡേഴ്സിനാണോ? ഡൗട്ട് അടിച്ച ഇൻഡോർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങളെ ഇന്റേണലി ഉള്ള കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് എന്ത്? ഇൻഡോർ മാനേജ്മെന്റ്. എന്നാൽ എക്സംഷൻ ടു ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. സോറി, കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. എപ്പോ? കമ്പനി ഓൾറെഡി എന്ത് ഇൻഫോം ചെയ്തു ഈ ഔട്ട്സൈഡറിനെ? കമ്പനിയിലെ വൺ ഓഫ് ദി ഒരു എംപ്ലോയി ഉണ്ട്, അയാളെ ലോൺ ചോദിച്ചു വരും, കൊടുക്കരുത് എന്ന് ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ
അവിടെ ആർക്കാ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? കമ്പനിക്കാണോ ഔട്ട്സൈഡറിനാണോ? വെൻ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻഫോം ഓവർ. അതാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് ഇൻഡോറിന്റെ നേരെ ഉൾട്ടയായിരിക്കും എന്തിലേക്ക് വരേണ്ടത്? എക്സംഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഫൈൻ.